നമ്മൾ ആദ്യമായിട്ടൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ വേണ്ടിയിട്ട് ഓഫറായിരുന്നപ്പോൾ ഒരു 2 മാസമായി തോന്നുന്നു കേട്ടോ. ട്രെൻഡ്സിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു, മാക്സിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സുഡിയോയുടെ ഓഫർ ഉണ്ടായിരുന്നു, വെസ്റ്റ് സൈഡിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലത്തെ എല്ലാതും എനിക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഓഫർ ടൈമിൽ വാങ്ങിച്ചതാണ്. പിന്നെ ഓൺലൈനിൽ നിന്ന് അധികം വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എന്താണുള്ളതെന്ന് തന്നെ ഓർമ്മയില്ല. അപ്പോൾ നമുക്കൊന്ന് ആദ്യം തന്നെ ഇതൊന്ന് എല്ലാം പുറത്തെടുത്തിട്ട് പിന്നെ പാക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പാക്കിങ്ങിൻ്റെ A to Z കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ആദ്യം തന്നെ ഉള്ളതെന്ന് നോക്കാം കേട്ടോ. ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, ഇതിപ്പോൾ എല്ലാവരുടെയും ഉണ്ട് കേട്ടോ, എൻ്റെ മാത്രമല്ല, കിഡ്സിൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഒക്കെ ഉണ്ട്. ഓക്കെ, കുറേ സാധനങ്ങളുണ്ട്. എനിക്കൊന്നും ഓർമ്മയില്ല, ആകെ കൂടി ചപ്പും ചവറും പോലെയാണ്. മടക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. കാണുന്നുണ്ടോ നിങ്ങൾക്ക് ശരിക്കും എല്ലാം? ഓക്കെ അല്ലേ? അപ്പോൾ ഓരോന്നോരോന്ന് ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കുകയാണ്. ഇത് മോൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ്. മോൾക്ക് വേണ്ടിയിട്ടൊരു കോഡ് സെറ്റാണ്. ഓരോന്നും ഞാൻ വാങ്ങിച്ച സ്ഥലങ്ങൾ പറയാം കേട്ടോ. പിന്നെ എനിക്ക് പ്രൈസ് ഓർമ്മയില്ല. ഇത് ഞാൻ വാങ്ങിച്ച് കല്യാൺ 99 ഓഫർ ഉണ്ടായിരുന്നു. എല്ലാം ഓഫറിന് വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ. സ്പെഷ്യലി വേറെ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. ഓഫറുള്ളപ്പോൾ മാത്രമാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരെണ്ണം. ഇതുപോലെ തന്നെ മോനും ഒരു വൈറ്റ് കോഡ് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഒരു വൈറ്റ് ഒരു തീം പോലെ ഒരു പ്രാവശ്യം ഒരുമിച്ച് വൈറ്റ് എടുക്കണം എന്ന് നോക്കിയിട്ടാണ്. പിന്നെ ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. ഇതുപോലെ തന്നെ പിന്നെ ഞാൻ സ്റ്റുഡിയോയിൽ പോയപ്പോൾ ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഒരു വെസ്റ്റ് സൈഡിൽ നിന്ന് കേട്ടോ. ഇത് എനിക്കുള്ള പാൻസാണ് ഇത് കേട്ടോ. ഇതിന് 999 ആയിട്ടോ. നമുക്ക് വെസ്റ്റ് സൈഡിലത്തെ ശരിക്കുള്ള റേറ്റ് എത്രയാണ്? 1499 ആണ്. നല്ല സ്ട്രെച്ചബിളാണ്, നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഒരു വൈറ്റ് തീം ഒരു ഡേ എങ്കിലും വൈറ്റ് ഇടാമെന്ന് വിചാരിച്ചു. ഇതൊരെണ്ണമുണ്ട്. എനിക്ക് നോർമലായിട്ട് ഞാൻ വൈറ്റ് എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. വൈറ്റ് എടുത്ത കാര്യം ഞാൻ മറന്നു. പിന്നെ ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചൊരു ടോപ്പാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനമാണ്. ഓക്കെ, വൈറ്റ്. ഓക്കെ, ഏറ്റവും അവസാനം രംഗണ്ണനാവുന്ന തോന്നുന്നു. വൈറ്റ് ഇതിന് എത്രയായിരുന്നു പറയും? ഇതിനും 999 ആണ്. ഇത് ശരിക്കും 999 അല്ല കേട്ടോ. 999 എന്ന് പറഞ്ഞിട്ട് 999 ബൈ 2 get 2 ബൈ 1 get 1 എന്തൊക്കെയാണ്. 999 ശരിക്കുള്ള റേറ്റ് 1500 ആണ്. എന്നിട്ട് 999 ഇട്ടു. എന്നിട്ട് 5000 പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ 5000 ഫ്രീയോ അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അധികം റേറ്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇത് ഹസ്ബൻഡിനൊരു ടീഷർട്ടായിരുന്നു കേട്ടോ. ഇതും ഒരു കണ്ടോ, ഇത് വെസ്റ്റ് സൈഡിൽ നിന്ന് തന്നെയാണ്. കുറേ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരെണ്ണം. ഇതിപ്പോൾ നമുക്ക് അതിലും ഇടാം, കുഴപ്പമില്ല. പിന്നെ അതേ ഒരു ആള് സ്റ്റുഡിയോന്ന് വാങ്ങിച്ചാണ്. സ്റ്റുഡിയോന്ന് 899 ആണ്. നമുക്ക് 499 കിട്ടിയൊരു പാൻസാണ് കേട്ടോ. ഇത് ഡബിൾ ഷെയ്ഡുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് പൊടി തട്ടി വെക്കണം, എല്ലാം ഓർമ്മയില്ല ഏതൊക്കെയാണ്. ഇനി മാക്സിന്ന് 299 എന്തോ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കിട്ടിയത് ഇത് ഹസ്ബൻഡിന് തന്നെയാണ്. ഇത് അടിപൊളി ഓഫറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 299 അങ്ങോട്ടാണ് തോന്നുന്നു കിട്ടിയത്. ഓക്കെ, ഇതുപോലത്തെ അടിപൊളി സാധനമാണേ. പിന്നെ ഇതിപ്പോൾ എല്ലാവരും നോക്കി വരുമ്പോൾ ഇത് പിന്നെ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചാണ്, ഹസ്ബൻഡിന് വാങ്ങിച്ചാണ്. ടീഷർട്ടൊക്കെ ഞാൻ ചിലപ്പോൾ അടിച്ച് മാറ്റും, അത് വേറെ കാര്യം. ഇത് നല്ല പേരായിരിക്കും. പിന്നെ ഇത് മോൾക്ക് വേണ്ടിയിട്ട് വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിന് 499 അത്രയും കൂടെ ഉണ്ട്. ഇത് പക്ഷേ നല്ല സാധനമാണ്. ഇതുപോലത്തെ ഒരു സാധനം വെസ്റ്റ് സൈഡിൽ നിന്ന് ലാസ്റ്റ് ഇയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. എപ്പോഴും ഭയങ്കര കംഫർട്ടബിൾ ആണ്. എപ്പോഴും ഇത് തന്നെയാണ് ഇടാറ്. പിന്നെ ഇത് നമ്മുടെ ലാസ്റ്റ് വൈറലായ സ്റ്റുഡിയോയിലത്തെ കേട്ടോ. സ്റ്റുഡിയോന്ന് എടുത്തതാണ്. ഡബിൾ അല്ല, ഇത് ഞാൻ മുന്നേ സ്റ്റുഡിയോയിലത്തെ ഫസ്റ്റ് ഓഫറിന് വാങ്ങിച്ച കേട്ടോ. അല്ല, ഇത് വെസ്റ്റ് സൈഡിൽ നിന്നാണ് കേട്ടോ. എനിക്ക് ഇതുപോലെ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. സ്റ്റുഡിയോന്ന് 999 കിട്ടി. ഇത് രണ്ടും വെസ്റ്റ് സൈഡിൽ നിന്നാണ്. പിന്നെ ഷർട്ടുകൾ വാങ്ങിച്ചിട്ടുണ്ട് ഹസ്ബൻഡിന് കേട്ടോ. വെസ്റ്റ് സൈഡിൽ നിന്ന് തന്നെ നല്ല ഓഫറിന് കിട്ടിയിട്ടോ നമുക്ക്. ഇത് കണ്ടോ, ഈ ഒരു ഷർട്ട് 3 ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പം എന്താ വെച്ചാൽ ഞങ്ങൾ പോണത് തായ്ലാൻഡിലേക്കാണ്. അപ്പം കുറച്ച് വെയിറ്റ് കുറഞ്ഞ സാധനങ്ങൾ ആണ് നമുക്ക് 20 kg ഒക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ കുറച്ച് ഭയങ്കര വെയിറ്റ് കുറഞ്ഞ അങ്ങനത്തെ 3 ഷർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മോന് ഒരു ഷർട്ട് ഇതുപോലെ തന്നെ. ഇതൊക്കെ വെസ്റ്റ് സൈഡിൽ നിന്നാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇത് ഞാൻ ട്രെൻഡ്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണേ. ട്രെൻഡ്സിൽ നിന്ന് കേട്ടോ. ഇത് ആദ്യം പോയപ്പോൾ വാങ്ങിച്ചതാണ്. ട്രെൻഡ്സിൽ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു എന്താ പറയുക ഫ്രോക്ക് പോലെ കേട്ടോ. ഓക്കെ, ഇത്
പിന്നെ ഇത് മാക്സിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ഏതൊക്കെയാണ് കൊണ്ടുപോകാമെന്നൊന്നും ഓർമ്മയില്ല. ഇതൊരു ചെറിയൊരു നീ ലെങ്ത്ത് വരുന്നൊരു ഡ്രസ്സ്. പിന്നെ ഇത് മോൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് എവിടെ നിന്ന് വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ. ഫുള്ളായിട്ട് ബ്ലാക്ക് ഇത് ഇങ്ങനത്തെ ട്രൗസർ ടൈപ്പ് ഫുള്ളായിട്ടുള്ളത്. പിന്നെ ഇത് വെസ്റ്റ് സൈഡിൽ നിന്നാണ്. ഇത് പക്ഷേ മാക്സിൽ നിന്നാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇപ്പോൾ കാണിക്കണതൊക്കെ ഓഫറിന് എടുത്തിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. നിങ്ങൾ ഞെട്ടണ്ട ഇത് കണ്ടിട്ട്. പിന്നെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്കേർട്ടാണ് കേട്ടോ. ഇത് ഞാൻ എന്തായാലും വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തായ്ലൻഡിലൊക്കെ ഞാൻ ഇതിടും. ഇത് വെസ്റ്റ് സൈഡിൽ നിന്ന് കിട്ടിയതാണ്. ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ, ഇത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വന്നിട്ട് നല്ല രസമുള്ള സ്കേർട്ടാണ് കേട്ടോ. ഭയങ്കര സുഖമാണ് ഇവിടെ. പിന്നെ ഹസ്ബൻഡിന് മാക്സിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇത്. ഈ ഒരു പാൻറ്റ് മാക്സിന്ന് ഞാൻ തോന്നുന്നു. എല്ലാം ഓഫറിന് വാങ്ങിച്ച സാധനങ്ങളാണ്, ഒന്നും ഓഫറല്ലാത്തില്ല. ഇനി ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിച്ചാൽ കേട്ടോ. സ്റ്റുഡിയോന്ന് വാങ്ങിച്ചാൽ മോൾക്കുള്ളതാണേ. എൻ്റെ അമ്മ കുറേ സാധനങ്ങളായല്ലോ. ഇത് വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ. ഞങ്ങൾ മുന്നേ എല്ലാം ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോകണമെന്ന് ഒരു 2 months മുന്നേ തന്നെ ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ അതിനുള്ള ഷോപ്പിംഗ് ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് വേണ്ടാന്ന് വെച്ചിട്ട് ഫുള്ള് മുന്നേ തന്നെ വെച്ചു കേട്ടോ. പിന്നെ ഞാൻ സ്റ്റുഡിയോന്നൊരു ഇതെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് സ്റ്റുഡിയോന്ന് എടുത്തത് കേട്ടോ. പിന്നെ ഇത് വെസ്റ്റ് സൈഡിൽ നിന്ന് എടുത്താണ്. ഇത് 2 എടുത്തിട്ടുണ്ടായിരുന്നു. ഇതും രണ്ടും ഓഫറിനുള്ളതാണ്. ഒരെണ്ണം 499, ഒരെണ്ണം 199. സ്റ്റുഡിയോയിലത്തെ 199. പിന്നെ ഇതൊക്കെ വെക്കട്ടെ കേട്ടോ. ഇനി അടുത്ത ഇതൊക്കെ ഇനി പാക്ക് ചെയ്ത് എന്തൊക്കെ ആക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പാക്കിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് ഒരു വലിയൊരു 20 kg കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമുക്കൊരു 7 kgയുടെ ബാഗ് ഒരാൾക്ക് കൊണ്ടുപോകണം. അപ്പോൾ 4 പേര് പോകുന്നതുകൊണ്ട് 4 പേർക്കും കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഒരു മിനിറ്റ്. പിന്നെ ഇനി മോനുള്ള ഒരു കോഡ് സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, വൈറ്റ്. ഇത് ഞാൻ ഓൾറെഡി പണ്ട് ഇതിൽ നിന്ന് വാങ്ങിച്ചതാണ്, ആമസോണിൽ നിന്ന് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇതൊരു പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. ഇനി ഇത് മോൾക്ക് വേണ്ടി വാങ്ങിച്ച കേട്ടോ. ഇനി ഇത് മോൾക്ക് വേണ്ടിയിട്ട് ഇത് വെസ്റ്റ് സൈഡ്, ഇത് സ്റ്റുഡിയോ 99 അല്ല 69 അത്രയുണ്ട്. പിന്നെ ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ചാണ്. ഇത് നമ്മുടെ 99ൻ്റെ സൂപ്പർ സാധനങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ. 99 ഇതേ മോന് വേണ്ടി വാങ്ങിച്ചിട്ട്. മോനെ ഇങ്ങോട്ട് വന്നേ. മോൾക്കും മോനും ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു കോഡ് സെറ്റ് വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ, ഇവന്. ഇത് കോഡ് സെറ്റ് കേട്ടോ. ഇതും 2 പേരും ഒരുമിച്ച് വൈറ്റ് ഇട്ടോട്ടെ. എനിക്കും വൈറ്റ് തന്നെ വരുന്നുണ്ട്. ഇത് ഇടണം. ഇത് ഇവൻ്റെ ഇടാം. ഇനി ഫുള്ള് നീ പാക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് ഞാനെല്ലാം നിനക്ക് എടുത്ത് തരാം. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ്. നമ്മുടെ സ്റ്റുഡിയോയിൽ കുറേ പേര് തന്നെ ഉടായ്പ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ സാധനം കേട്ടോ സ്റ്റുഡിയോയിലത്തെ. ഇതാണ് ഞാൻ വാങ്ങിച്ച 99. ഇത് 99, ഇതും 99 കേട്ടോ. ഇതുണ്ട്. പിന്നെ ഇത് ഹസ്ബൻഡിന്. ഇത് ഏതായിരുന്നു? നിനക്ക് ഞാൻ വേറെ തരാം, നിൻ്റെ സാധനങ്ങൾ വരണമല്ലോ. ഇത് ഏതിന്നായിരുന്നു എനിക്ക് തന്നെ ഓർമ്മയില്ല. ഇത് വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതെന്തായാലും ഈ ഒരു ഇതിന് ആവശ്യം ഉണ്ടാവില്ല. ഇത് മാക്സിന്ന് മോൾക്ക് വേണ്ടി വാങ്ങിച്ചാണ്. നിൻ്റെ ഒന്ന് സാധനം നിൻ്റെ വരുന്നുണ്ട്. ഇത് ഇവനുള്ള പാൻസ്, ബാഗി ജീൻസ് 3 ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിച്ച കേട്ടോ. പിന്നെ ഇതെനിക്ക് എൻ്റെ ആണ്. ഇത് ഞാൻ ഇപ്പം എന്തായാലും കൊണ്ടുപോയില്ല, ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് എവിടെ നിന്നായിരുന്നു അറിയോ? ഫാസിയോന്ന്. ഓഫറിൻ്റെ ആണ് കേട്ടോ. അയ്യോ, ഇതെൻ്റെയാ. സ്റ്റുഡിയോന്ന് വാങ്ങിച്ച സ്റ്റുഡിയോ അല്ല, സോറി, വെസ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ ഈ പ്രാവശ്യം കൂടുതൽ പർച്ചേസ് ചെയ്തേട്ടോ. ഇത് മോൾക്കുള്ള പാൻസാണ്. ഇത് ഇവനുള്ളതാണ് കേട്ടോ. എല്ലാം ഓപ്പൺ ചെയ്യല്ലേ. ഇത് നന്നുള്ളതാണ്. ഇത് സ്റ്റുഡിയോ എന്നുള്ളതാണ്. പിന്നെ ഇത് മാക്സിന്ന്. ഓക്കെ, അപ്പോൾ എനിക്ക് ടോട്ടലി എത്ര എണ്ണം ഉണ്ടെന്ന് എൻ്റെ ഞാൻ ഇനി വേറെ ആയിട്ട് കാണിക്കട്ടെ. ഇത് ഇനി ഞാനിപ്പോൾ പാക്കൊന്നും ചെയ്യില്ല കേട്ടോ. ഇത് ട്രെൻഡ്സിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഏതൊക്കെയാണ് സെലക്ട് ചെയ്തൊന്നും ഇട്ടിട്ടില്ല പുതിയത്. അപ്പോൾ ഏതാണെന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇത് മാക്സിന്ന്. കുത്തി എടുക്കല്ലേ നന്നു. ഇത് എവിടെ ഇരിക്കട്ടെ, നമ്മൾ കാണിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് ഒതുക്കാം. ഇത് ഒരു ഷർട്ടാണ് കേട്ടോ. ഇത് ട്രെൻഡ്സിൽ നിന്നാണ് എടുത്തത് കേട്ടോ.
ഇതിനൊക്കെ ഓഫർ ഉണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി ട്രെൻഡ്സിൽ പോയ വീഡിയോസും എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇത് ശരിക്കും ഇവൻ എടുത്തതാണ്, പക്ഷെ ഇവനെ കുറച്ച് വലുതാണ് മാക്സിന്ന് 9 to 10, പക്ഷേ കുറച്ച് ലൂസാണ് ഇത് എനിക്ക് എടുത്താൽ നല്ല സാധനം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു അൺബോക്സിങ് എന്ന് പറയാൻ പറ്റില്ല. ഇനി ഇതൊക്കെ ഒതുക്കി ഓരോരുത്തരുടെ സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. ഇത് നമ്മൾ മാക്സിന്ന് എടുത്താട്ടെ, അല്ല സോറി സ്റ്റുഡിയോന്ന് എടുത്താട്ടെ 99 rupeesന് ഈ ഒരു ഇത് കാണിച്ചാട്ടാ. ഇത് നിങ്ങൾ ഓൾറെഡി അന്ന് കണ്ടിട്ടുണ്ടാവും. എൻ്റെ 1 million അടിച്ച വീഡിയോ ആണ് കേട്ടോ സ്റ്റുഡിയോയിൽ. അപ്പോൾ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് 99 rupeesന് കിട്ടിയതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് എങ്ങനെയാണ്, ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഇത് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട്. മീൻസ് മറ്റേ എയർ അടിച്ചിട്ട് ഇങ്ങനെ അതിനെന്താ പറയുക, ആ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ മറ്റേ ചെവിയിൽ വെക്കണത്, പിന്നെ കഴുത്ത് നെക്ക് റെസ്റ്റ് ചെയ്യണത്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. സേവൻ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല, ഇവന് പാകാൻ തോന്നുന്നത് സെറ്റായിട്ട് ലൂസായിട്ട് കിടക്കണതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനി ഞാൻ പാക്ക് ചെയ്തിട്ട് ഓരോ വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇത് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഇട്ടു, പിന്നെ ഞാൻ അടുത്ത വീഡിയോ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പിന്നെ അത് ഇടാൻ പറഞ്ഞു, എഡിറ്റ് ചെയ്യാൻ മടിയായിട്ട്. പിന്നെ ഞാനിപ്പോൾ അത് ചെക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം വ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നീ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. ഇനി ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് ഞാൻ ഇതിൽ നിന്ന് തന്നെ പിക്ക് ചെയ്തിട്ട് നമ്മളൊരു 5 ദിവസമാണ് അവിടെ ഉണ്ടാവുക. 5 ദിവസത്തേക്ക് ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. ബൈ.